22-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ നമ്മൾ വായിക്കുന്നു. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. ഇതാര് പറയുന്നതാണ്? ഇത് യേശുക്രിസ്തു പറയുന്നതായിട്ട് പ്രവചന ആത്മാവിൽ ദാവീദ് രാജാവ് പറയുകയാണ്. രാജഭരണം കുറെയൊക്കെ മലയാളികൾക്ക് അറിയാം. കാരണം ഇവിടെ രാജഭരണമുണ്ടായിരുന്നു. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ രാജഭരണമുണ്ട്. രാജഭരണത്തിൽ രാജാവിനുള്ള അധികാരവും ബഹുമാനവും അതുല്യമാണ്. അനേക ഭാര്യമാരും അനേക കൊട്ടാരങ്ങളും വാഹനങ്ങളും ആഡംബര ജീവിതവും അവർക്ക് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ജനാധിപത്യത്തിൽ ഒരു മന്ത്രി ഒരു സ്ത്രീയെ അറിയാതെ ഒന്ന് തൊട്ടാൽ കേസ് വരും. ഒരു ഭാര്യയ്ക്കപ്പുറം മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് വന്നാൽ അദ്ദേഹത്തിൻ്റെ അധികാരം. മസ്കറ്റിലെ രാജാവിൻ്റെ കപ്പൽ തലസ്ഥാനത്തുള്ള ഒരു പ്രത്യേക തടാകത്തിൽ കിടക്കുന്നത് ഞാൻ കാണാൻ പോയി. അത് അദ്ദേഹത്തിൻ്റെ കിച്ചനാണത്രേ. അദ്ദേഹം ന്യൂയോർക്കിലേക്കോ ലണ്ടനിലേക്കോ പറക്കുമ്പോൾ അതിനൊരു മാസം മുമ്പ് ഈ കപ്പലും കുക്കുമാരും അവിടെ എത്തുന്നു. അദ്ദേഹം അതിൽ നിന്ന് മാത്രമേ ഭക്ഷിക്കൂ. അതിനൊന്നും ആർക്കും പരാതിയില്ല. കാരണം രാജ്യം അവരുടേതാണ്. ദാവീദ്, ശലോമോൻ തുടങ്ങിയുള്ള രാജാക്കന്മാരുടെ ചരിത്രമെടുത്താൽ എത്രയോ ആർഭാടപൂർണമായ ജീവിതം അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ ദാവീദ് ഞാനൊരു പുഴുവാണ്, കൃമിയാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ശരിക്കും ഏതായിരിക്കാം? കുട്ടിക്കാലത്ത് ആടുതീറ്റാൻ പോയപ്പോൾ ആയിരിക്കില്ല. അതിനുശേഷം അമ്മായിയപ്പനെ പേടിച്ച് കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞപ്പോൾ കാട്ടുകോഴിയെ പോലെ എന്ന് താൻ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ചെള്ളിനെ പോലെ എന്ന് താൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപക്ഷേ ആ കാലഘട്ടമായിരിക്കാം ഇത്. അപ്പോഴും തനിക്ക് ചുറ്റും പടയാളികളും. താൻ ഒരിക്കൽ ശൗലിനെ പേടിച്ച് ഒരു ഗുഹയിൽ കടക്കുകയും ആ ഗുഹയുടെ വാതുക്കൽ വന്ന് ശൗല് കയറുകയും ദാവീദിന്റെ പടനായകൻ ശൗലിന്റെ അങ്കിയുടെ അറ്റം മുറിച്ചെടുക്കുകയും ശൗലിനെ കൊന്നുകളയാനുള്ള സാവകാശം ലഭിച്ചിട്ടും അത് ചെയ്യാതിരിക്കുകയും ചെയ്തു എന്നൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ദാവീദ് അത്രയ്ക്കൊന്നും പുഴു ആയില്ല. എന്നാൽ ക്രിസ്തു ദൈവത്വം വിട്ട് മനുഷ്യത്വത്തിൽ വന്ന് ദാസനായി അടിമയെപ്പോലെ ഏറ്റവും ഒടുവിൽ ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. അത്രമാത്രം നിന്ദിക്കപ്പെട്ടു. അതാണ് അതിൻ്റെ അർത്ഥം. എന്തിനാണെന്നല്ലേ യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവപുത്രൻ മനുഷ്യനായത് മനുഷ്യപുത്രരെ ദൈവപുത്രരാക്കുവാൻ. യേശുക്രിസ്തു ഒരു കൃമിയെ പോലെയായത് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കും. ഇത്ര മഹത്തായ സത്യം നിങ്ങളോട് പറയുവാൻ എനിക്ക് കിട്ടിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, ഇത് മഹൽ സത്യമാണ്. ദൈവപുത്രൻ ഒരു കൃമിയെ പോലെ ആയത് എന്നെയും നിന്നെയും രാജാക്കന്മാരാക്കുവാനത്രേ. ആമേൻ.